നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒഴിഞ്ഞുമാറി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പരാജയം അപ്രതീക്ഷിതമെന്നും തിരുത്തലുകൾ വരുത്തി തിരിച്ചുവരുമെന്നും പറഞ്ഞ ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാതെ MV ഗോവിന്ദൻ 5 മിനിറ്റിനുള്ളിൽ പത്രസമ്മേളനം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോകുന്നതാണ് കണ്ടത്. ഇന്നത്തെ യോഗത്തിലുണ്ടായ പ്രാഥമിക വിലയിരുത്തലുകൾ എന്തെല്ലാമെന്ന് പോലും പറയാതെയാണ് അദ്ദേഹം ചോദ്യങ്ങളിൽ നിന്നും അതിവേഗം ഇറങ്ങിപ്പോയത്. എന്നാൽ തോൽവിയെക്കുറിച്ച് സഖാക്കൾക്ക് നിർഭയമായും സ്വതന്ത്രമായും അഭിപ്രായം പറയാൻ അവസരമൊരുക്കുമെന്ന പാർട്ടി സെക്രട്ടറിയുടെ പരാമർശവും ശ്രദ്ധേയമായി. അപ്പോൾ ഇതുവരെ പാർട്ടിക്കുള്ളിൽ നിർഭയമായ അഭിപ്രായം പറയാനുള്ള അവസരം ഉണ്ടായിരുന്നില്ലേ എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. സാധാരണയായി വാർത്താ സമ്മേളനത്തിൽ ഓരോ ചോദ്യത്തിനും വിശദമായി മറുപടി നൽകുന്ന ഗോവിന്ദന്റെ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി എഴുതി തയ്യാറാക്കിയ കുറിപ്പ് വായിച്ച് അദ്ദേഹം അതിവേഗം എഴുന്നേറ്റു പോകുന്നത് രാഷ്ട്രീയ കേരളം അമ്പരപ്പോടെയാണ് കണ്ടത്. കണ്ണൂരിലെ വൻ വോട്ട് ചോർച്ച, ഭരണവിരുദ്ധ വികാരം, പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം നേടുന്ന വിമർശനങ്ങൾ, ആരായിരിക്കും അടുത്ത പ്രതിപക്ഷ നേതാവ് തുടങ്ങി മാധ്യമപ്രവർത്തകർ ഉന്നയിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ആയില്ല എന്ന വാക്കിലായിരുന്നു മറുപടി. തെരഞ്ഞെടുപ്പ് ഫലം വന്ന 2 ദിവസം കഴിഞ്ഞിട്ടും 10 വർഷം സംസ്ഥാനം ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം തുടരുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തോടും അദ്ദേഹം നീരസം പ്രകടിപ്പിച്ചു. എല്ലാവരും പ്രതികരിക്കും, പാർട്ടിയും അദ്ദേഹവും എല്ലാം പ്രതികരിക്കുമെന്ന് മാത്രം പറഞ്ഞ് ആ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ജനങ്ങളോട് നന്ദി പറയാൻ പോലും മുഖ്യമന്ത്രി തയ്യാറാകാത്തത് ഇതിനോടകം വലിയ ചർച്ചയായിട്ടുണ്ട്. സംസ്ഥാനത്ത് LDFന് ലഭിച്ചത് 37.6% വോട്ടാണെന്നും അത് മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കുറവാണെന്നും ഗോവിന്ദൻ സമ്മതിച്ചിട്ടുണ്ട്. മെയ് ജൂൺ മാസങ്ങളിൽ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും വിളിച്ചു ചേർത്ത് അംഗങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുമെന്നും സഖാക്കൾക്ക് നിർഭയമായും സ്വതന്ത്രമായും അഭിപ്രായം പറയാൻ അവസരമൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇതുവരെ പാർട്ടിയിൽ സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ അവസരമില്ലായിരുന്നോ എന്ന ചോദ്യം ഇതോടെ സജീവമായി. പാർട്ടി അംഗങ്ങളുടെയും പൊതുജനങ്ങളുടെയും അഭിപ്രായം കണക്കിലെടുത്ത് വിശദമായ റിവ്യൂ റിപ്പോർട്ട് തയ്യാറാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പാർട്ടി കോട്ടകളിൽ പോലും ഉണ്ടായ വോട്ട് ചോർച്ചയും സംഘടനാപരമായ പാളിച്ചകളും പരിശോധിക്കുമെന്ന് പറയുമ്പോഴും തോൽവിയുടെ കാരണങ്ങളെക്കുറിച്ച് വിശദമായി പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. തോൽവിക്ക് ശേഷം പാർട്ടി നേതൃത്വം കടുത്ത പ്രതിരോധത്തിലാണെന്നും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മാധ്യമങ്ങളെ നേരിടാൻ ഭയപ്പെടുന്നെന്നുമുള്ള വിമർശനങ്ങൾ ഇതോടെ ശക്തമായി. പാലക്കാട് DCC ഓഫീസിൽ നേരെ നടന്ന പോലീസ് നടപടി അപലപിക്കുന്നു എന്ന് അദ്ദേഹം അവസാനിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രാഥമിക പരിശോധന മാത്രമേ നടന്നിട്ടുള്ളൂ എന്നും വ്യക്തമാക്കി വേദി വിടുകയായിരുന്നു. പരാജയത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിലോ കാരണങ്ങൾ എന്തെന്ന് വിശദീകരിക്കുന്നതിലോ കൃത്യമായ വ്യക്തത നൽകാത്ത പാർട്ടി സെക്രട്ടറിയുടെ അതിവേഗമടക്കം അണികൾക്കിടയിലും ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് തോറ്റുപോയത്? ജനങ്ങൾ എന്തുകൊണ്ടാണ് വോട്ട് ചെയ്യാതിരുന്നത്? എന്തുകൊണ്ടാണ് ജനങ്ങൾ മാറ്റിക്കുത്തിയത്? എന്തുകൊണ്ടാണ് വോട്ട് ശതമാനം ഇത്രയും അധികം കുറഞ്ഞു പോയത് എന്ന കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടിയുമായി വേണമായിരുന്നു പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യാൻ. ഇത് വഴിപാട് കഴിച്ചതുപോലെ വന്ന് 5 മിനിറ്റ് കൊണ്ട് എഴുതി തയ്യാറാക്കി കുറിപ്പും വായിച്ച് അദ്ദേഹം മടങ്ങിപ്പോയി. തെരഞ്ഞെടുപ്പിനെ നയിച്ച പിണറായി വിജയനും ഒരക്ഷരം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്തായാലും വോട്ട് ചെയ്തവർക്കെങ്കിലും നന്ദി പറയാനുള്ള സമാന മര്യാദ പിണറായി പക്ഷം കാണിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.